അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്ത സഖ്യകക്ഷികളിലൊന്നായ ബെഞ്ചമിൻ നെതന്യാഹു നയിക്കുന്ന ഇസ്രായേൽ ദശകങ്ങളായി അമേരിക്കൻ സൈനിക സഹായത്തിന്റെ ശക്തമായ പിന്തുണയിലാണ് നിലകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ലോകരാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്ന ഒരു പ്രസ്താവനയിലൂടെ നെതന്യാഹു തന്നെ ആ സമവാക്യം മാറ്റിമറിക്കാനുള്ള സൂചന നൽകിയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും പശ്ചിമേഷ്യയിലെ പുതിയ ശക്തി സമവാക്യങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങൾക്കിടെ ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇസ്രായേൽ അമേരിക്കൻ സൈനിക സഹായത്തിൽ നിന്ന് സ്വതന്ത്രമാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് അദ്ദേഹം തുറന്നുപറഞ്ഞു. CBS ന്യൂസിന്റെ പ്രശസ്തമായ 60 മിനിറ്റ്സ് പരിപാടിയിൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശമുണ്ടായത്. പ്രതിവർഷം ഏകദേശം $3.8 ബില്യൺ സൈനിക സഹായമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്നത്. 2018 മുതൽ 2028 വരെ മൊത്തം $38 ബില്യൺ സഹായം നൽകുന്ന കരാറും നിലവിലുണ്ട്. എന്നാൽ ഈ സാമ്പത്തിക ആശ്രയത്വം കുറയ്ക്കേണ്ട സമയമായെന്നാണ് നെതന്യാഹു കരുതുന്നത്. അമേരിക്കയുമായുള്ള സൈനിക സഹകരണത്തിന്റെ സാമ്പത്തിക ഭാഗം 0-ലേക്ക് എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറും സാമ്പത്തിക നയപ്രഖ്യാപനം മാത്രമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ ശക്തി രാഷ്ട്രീയത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള സൂചന കൂടിയാണ്. അടുത്ത കോൺഗ്രസിനെ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ ഈ മാറ്റത്തിന് തുടക്കമിടണമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതോടെ അമേരിക്ക-ഇസ്രായേൽ ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുകയാണെന്ന വിലയിരുത്തലുകളും ഉയരുന്നു. ഇസ്രായേലിന് അമേരിക്കയിൽ ലഭിച്ചിരുന്ന പരമ്പരാഗത പിന്തുണ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ക്ഷയിക്കുന്നുവെന്നതാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന്. പ്രത്യേകിച്ച് 2023 ഒക്ടോബറിൽ ഗാസ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം അമേരിക്കൻ പൊതുസമൂഹത്തിന്റെയും രാഷ്ട്രീയ നേതാക്കളുടെയും നിലപാടുകളിൽ വലിയ മാറ്റമാണുണ്ടായത്. പ്യൂ റിസർച്ച് സെന്ററിന്റെ സർവേ പ്രകാരം അമേരിക്കയിലെ മുതിർന്നവരിൽ 60% പേർക്കും ഇപ്പോൾ ഇസ്രായേലിനെക്കുറിച്ച് പ്രതികൂലമായ അഭിപ്രായമാണുള്ളത്. അതേസമയം ലോകകാര്യങ്ങളിൽ നെതന്യാഹു ശരിയായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് വിശ്വസിക്കാത്തവരുടെ എണ്ണവും കുത്തനെ ഉയർന്നു. അമേരിക്കൻ യുവാക്കളിലും ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലും ഇസ്രായേൽ നയങ്ങളെക്കുറിച്ചുള്ള വിമർശനം ശക്തമാകുന്നത് ഭാവിയിൽ സഹായ പാക്കേജുകളെയും ബാധിക്കുമെന്ന ആശങ്ക ഇസ്രായേലിനുണ്ട്. ഈ പിന്തുണയിടിയാൻ പ്രധാന കാരണം സോഷ്യൽ മീഡിയയാണെന്നാണ് നെതന്യാഹുവിന്റെ വിലയിരുത്തൽ. സോഷ്യൽ മീഡിയയുടെ ജ്യാമിതീയ വളർച്ചയുമായി ഇത് ഏകദേശം 100% ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. യുദ്ധദൃശ്യങ്ങളും മനുഷ്യാവകാശ ലംഘന ആരോപണങ്ങളും തത്സമയം ലോകമെമ്പാടും പ്രചരിക്കുന്ന സാഹചര്യത്തിൽ പരമ്പരാഗത മാധ്യമ നിയന്ത്രണങ്ങൾ പലപ്പോഴും ഫലപ്രദമാകുന്നില്ല. ഗാസയിലെ നാശനഷ്ടങ്ങളും സാധാരണ ജനങ്ങളുടെ മരണവും ലോകജനത നേരിട്ട് കാണുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരായ വികാരം ഉയരുകയാണെന്ന യാഥാർത്ഥ്യം നെതന്യാഹുവിന്റെ പരാമർശങ്ങളിൽ വ്യക്തമാണ്. സോഷ്യൽ മീഡിയയെ പല രാജ്യങ്ങളും കൃത്രിമമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ആരോപിച്ചെങ്കിലും ഏതെല്ലാം രാജ്യങ്ങളാണെന്ന് വ്യക്തമാക്കിയില്ല. അതേസമയം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായ ഇറാൻ വിഷയത്തിലും നെതന്യാഹു കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ യുദ്ധനടപടികൾ ആരംഭിച്ചതിന് പിന്നാലെ ലോക സമ്പദ്വ്യവസ്ഥ തന്നെ കുലുങ്ങി. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെ നടക്കുന്ന എണ്ണഗതാഗതം തടസ്സപ്പെട്ടതോടെ ആഗോള ഇന്ധനവില കുത്തനെ ഉയർന്നു. ലോകത്തിലെ ഏകദേശം 20% ഇന്ധനവും ഈ കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാൻ ഈ പാത തടയാനുള്ള ശേഷിയുള്ള രാജ്യമാണെന്ന് യുദ്ധം ആരംഭിച്ചതിന് ശേഷമാണ് ഇസ്രായേലി തന്ത്രജ്ഞർ പൂർണ്ണമായി തിരിച്ചറിഞ്ഞത്. ആ അപകടസാധ്യത എത്ര വലുതാണെന്ന് അവർക്ക് മനസ്സിലാകാൻ കുറച്ച് സമയമെടുത്തു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ യുദ്ധത്തിന്റെ സാമ്പത്തിക ആഘാതം ഇസ്രായേലിനെയും അമേരിക്കയെയും അതിശയിപ്പിച്ചു എന്ന സൂചനയാണ് നൽകുന്നത്. യുദ്ധത്തിന്റെ ആഘാതം അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തെയും ബാധിച്ചു. പെട്രോൾ വില ഉയർന്നതോടെ അമേരിക്കയിൽ പണപ്പെരുപ്പം വീണ്ടും കുതിച്ചു. 2023 മേയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലേക്കാണ് മാർച്ചിൽ പണപ്പെരുപ്പം ഉയർന്നത്. ഇത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതിയെയും ബാധിച്ചു. യുദ്ധച്ചെലവും ഇന്ധനവിലയും അമേരിക്കൻ ജനതയിൽ അസംതൃപ്തി സൃഷ്ടിച്ചതോടെ ഇസ്രായേലിന് നൽകുന്ന പിന്തുണയെക്കുറിച്ച് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തന്നെ ശക്തമായ ചർച്ചകൾ ഉയർന്നു. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിലും നെതന്യാഹു സൂക്ഷ്മമായ മറുപടിയാണ് നൽകിയത്. അത് സാധ്യമാണോ? അതെ. അത് ഉറപ്പാണോ? അല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ ഇറാനിയൻ ഭരണകൂടം ദുർബലമാകുകയോ തകരുകയോ ചെയ്താൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ ശക്തി സമവാക്യവും മാറുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തി വിഭാഗങ്ങൾ തുടങ്ങി ഇറാൻ പിന്തുണയ്ക്കുന്ന പ്രോക്സി ഗ്രൂപ്പുകളുടെ ശക്തി തകരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഇറാനെ മാത്രം ലക്ഷ്യമിടുന്ന യുദ്ധമല്ല ഇത് എന്നും, മറിച്ച് മുഴുവൻ മേഖലയുടെ രാഷ്ട്രീയ സൈനിക ഭൂപടം പുനർരചിക്കുന്ന ശ്രമമാണെന്നുമാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇസ്രായേൽ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി യുദ്ധഭൂമിയിലുള്ള ആക്രമണങ്ങൾ മാത്രമല്ല, മറിച്ച് ലോകമൊട്ടാകെയുള്ള പൊതുജനാഭിപ്രായത്തിന്റെ മാറ്റമാണ്. ഒരു കാലത്ത് അമേരിക്കൻ കോൺഗ്രസിൽ ചോദ്യം ചെയ്യപ്പെടാതെ കടന്നുപോയിരുന്ന ഇസ്രായേൽ സഹായ പാക്കേജുകൾ ഇന്ന് കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമാകുന്നു.
യൂറോപ്പിലും അമേരിക്കയിലും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നു. മനുഷ്യാവകാശ സംഘടനകൾ കൂടുതൽ ശക്തമായ ഭാഷയിൽ ഇസ്രായേലിനെതിരെ രംഗത്തെത്തുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ സഹായത്തിൽ നിന്ന് ക്രമേണ സ്വതന്ത്രമാകാനുള്ള നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഒരു സാമ്പത്തിക നീക്കമെന്നതിലുപരി മാറുന്ന ലോകരാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുള്ള തന്ത്രപരമായ തീരുമാനമായാണ് കാണപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളുമായി ബന്ധം സാധാരണമാക്കാൻ ഇസ്രായേൽ നീക്കം നടത്തുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ ആശ്രയത്വം കുറയ്ക്കുന്നത് മേഖലയിലെ പുതിയ ശക്തികേന്ദ്രമായി സ്വയം അവതരിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരിക്കാം. എന്നാൽ ഗാസ യുദ്ധം തുടരുകയും ഇറാനുമായുള്ള സംഘർഷം ശക്തമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ തന്ത്രം വിജയിക്കുമോ എന്നത് ഇപ്പോഴും അനിശ്ചിതമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്: പശ്ചിമേഷ്യ ഇനി പഴയതുപോലെ തുടരില്ല. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ, ഗൾഫ് രാജ്യങ്ങൾ, സോഷ്യൽ മീഡിയ, ആഗോള സമ്പദ്വ്യവസ്ഥ ഇവയെല്ലാം തന്നെ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന പുതിയൊരു ശക്തിരാഷ്ട്രീയ കാലഘട്ടത്തിലേക്കാണ് ലോകം കടന്നുപോകുന്നത്.